ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നിന്ന് ഗുരുതര അനാസ്ഥയുടെ മറ്റൊരു വാർത്ത കൂടി. ആശുപത്രിയിൽ ജനിച്ച കുട്ടിയുടെ കൈ വാക്വം ഡെലിവറിക്കിടെ തളർന്നുപോയി എന്നാണ് പരാതി. ചികിത്സാ പിഴവിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയ്ക്കെതിരെയാണ് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ പരാതി. ആലപ്പുഴ തെക്കനാര്യാട് അവലൂക്കുന്ന് പുത്തൻപുരയ്ക്കൽ ആകേഷ് രമ്യ ദമ്പതികളുടെ 2 മാസം പ്രായമായ പെൺകുഞ്ഞിന്റെ വലത് കൈയുടെ ചലനശേഷിയാണ് ഇല്ലാതായത്. കഴിഞ്ഞ ഒക്ടോബർ 2-ന് വാക്യൂം ഡെലിവറിയിലൂടെ ജനിച്ച കുഞ്ഞിന്റെ ചലനശേഷി നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജിന് മാതാവ് പരാതി നൽകി. വലത് കൈക്ക് ചലനശേഷി കുറവാണ്. തന്നെത്താനെ കൈ നിവർത്തത്തില്ല, മുകളിലോട്ട് പൊക്കത്തില്ല, കൈ തന്നെത്താനെ മടക്കത്തില്ല, കൈ തിരിച്ചു വെച്ചിരിക്കുക, തിരിഞ്ഞിരിഞ്ഞാ പോകുന്നത്. നിലവിൽ ആരോപണം നേരിടുന്ന വനിതാ ഡോക്ടർ പുഷ്പയാണ് ചികിത്സ നടത്തിയതും പ്രസവം എടുത്തതും. ഡോക്ടറിനെ ഓവർ ധൃതിയും സ്പീഡുമാണ്. 3:30 മണി വെളുപ്പിന് കുഞ്ഞിനെ അതിനകത്ത് മരുന്ന് വെച്ച് എന്നാൽ ഇത് പറ്റത്തില്ലെങ്കിൽ അപ്പൊ തന്നെ 2 മണിയാകുമ്പോൾ ഡോക്ടറിന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ പക്ഷെ അതുപോലും ഡോക്ടറിന് സമയമില്ല. ഡോക്ടർ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ പോയി 6:30 വന്ന് അത് കഴിഞ്ഞാണ് നോക്കിയത്. ഡോക്ടറിന് ഓൾറെഡി സ്പീഡാണ്. പ്രസവത്തിനായി കഴിഞ്ഞ സെപ്റ്റംബർ 29-നാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. കുഞ്ഞിനെ വാക്യൂം ഉപയോഗിച്ച് പുറത്തെടുത്തതിലുണ്ടായ പിഴവാണ് വൈകല്യത്തിന് കാരണം. പേശികൾക്ക് ബലമില്ലാതെ തളർന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറെ ധരിപ്പിച്ചെങ്കിലും 2 മാസം കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയിലൂടെ ശരിയാകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും എന്നാൽ ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം വാക്യൂം ഡെലിവറിയിലൂടെ ജനിച്ച 1.5 വയസ്സുകാരന്റെ വലത് കൈയുടെ സ്വാധീനവും ഇത്തരത്തിൽ നഷ്ടമായെന്ന പരാതിക്ക് പിന്നാലെയാണിത്. 24 ആലപ്പുഴ.